Hi everyone, welcome back to yet another episode of Travel Mug. നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒഡീഷയിലാണുള്ളത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് ജീവനും കൊണ്ടുകൂടി ഞങ്ങൾ ഒഡീഷയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിശാഖപട്ടണത്ത് എത്തിയിട്ട് വിശാഖപട്ടണം ബീച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിടാൻ കാരണം അന്ന് രാത്രി വിശാഖപട്ടണത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്തപ്പോഴത്തേക്ക് രാത്രി പോലീസുകാരെത്തി. പോലീസ് ഒരു ബൈക്കിൽ രണ്ടുപേരും വന്ന് അടിച്ച് കൊഞ്ചായിട്ട് വന്നിട്ടോ. അവന്മാർക്ക് സംസാരിക്കാൻ പോലും വയ്യ. അവന്മാർക്ക് അവിടെ വന്നിട്ട് ഞങ്ങൾ കിടക്കാനുള്ള പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പെർമിഷൻ എടുക്കുന്ന കാര്യം എനിക്കറിയത്തില്ല, ആ വഴി ചിലപ്പോൾ ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫൈൻ വേണമെന്ന്. ഫൈൻ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം അത് നിന്നിട്ട് ഫോൺ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോൺ തരത്തില്ല, എൻ്റെ ഫോൺ ഞാനിങ്ങ് മേടിച്ചു. ഒരുത്തൻ കയ്യെത്തി ഇങ്ങനെ എടുത്തായിരുന്നു. ഇവൻ്റെ ഫോൺ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ മിണ്ടാതെ നൈസായിട്ട് അവിടെ നിൽക്കുകയും ചെയ്തു. ഞങ്ങൾ എന്നിട്ട് ആ പോവാന്നൊക്കെ പറഞ്ഞ് പയ്യെ അവിടുന്ന് വണ്ടി എടുത്തു. അവിടെ അടുത്തൊരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കൊണ്ടിട്ട് അന്ന് രാത്രി ഉറങ്ങിയിട്ട് പിന്നെ ഇന്നലെ ഫുൾ ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ. ഇന്നലെ രാവിലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 8:30 ആയപ്പോഴത്തേക്ക് അവിടുന്ന് വണ്ടി എടുത്തു. വിശാഖപട്ടണത്ത് നിന്ന് വണ്ടി എടുത്തു. രാത്രി എത്ര മണിക്കാണ് ഒതുക്കിയത്? 12:30യോ? രാത്രി 12:30 ആയപ്പോഴോ വണ്ടി ഒതുക്കിയത്. ഇതിനിടയ്ക്ക് ഒറ്റ വട്ടേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഒന്നല്ലല്ലോ, 2 വട്ടം കഴിച്ചില്ലേ? 2 വട്ടം ഫുഡ് കഴിച്ചു. ഒരിടത്ത് ആദ്യം നൂഡിൽസും വെച്ച് കഴിച്ചു, പിന്നെ ചോറ് വൈകിട്ട് വെച്ച് കഴിച്ചിട്ട് പയ്യെ വണ്ടി കൊണ്ടുവന്നിട്ട് ഒഡീസ ബോർഡർ കയറ്റി ഒതുക്കി. ഇതിപ്പോൾ ഭുവനേശ്വർ റൂട്ടാണ് കേട്ടോ. ഭുവനേശ്വർ ഇവിടുന്ന് ഏകദേശം ഒരു 150 കിലോമീറ്ററൂടെ ഇതിന് ദൂരമുള്ളൂ. ഈ റൂട്ട് വഴി തന്നെ നേരെ കൊൽക്കത്ത പിടിക്കാനാട്ടോ. നമ്മൾ ആന്ധ്രാപ്രദേശ് കണ്ട പോലെ തന്നെ ആ ഒരു ടെറൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ചൂട് ഇവിടെയും അവിടുത്തെ കാട്ടിലും ഒരു പൊടിക്ക് കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. ഉടുപ്പിട്ടോട്ടൊന്നും നിൽക്കാൻ വയ്യ. ഞങ്ങളങ്ങനെ രാവിലെ കഴിക്കാൻ വേണ്ടി വണ്ടി കൊണ്ട് നിർത്തി കേട്ടോ. ഇപ്പം രാവിലെ അല്ലേ, ഇപ്പോൾ സമയം ഉച്ചയായി. കഴിക്കാൻ ഒരു തണൽ നോക്കി വന്ന് തണൽ കിട്ടിയില്ല. അങ്ങനെ ഏകദേശം ഒറീസ ബോർഡർ കിടന്നിട്ട് ഇന്ന് രാവിലെ കൊണ്ട് തന്നെ 100-200 കിലോമീറ്റർ മേലെ ഓടിച്ച് കയറ്റി ഞങ്ങൾ ചെറിയൊരു തണൽ. സ്ഥലം കണ്ടോ? വലിയ വൃത്തിയോ കാര്യമൊന്നും ഇല്ല കേട്ടോ. എന്തൊക്കെയോ പാക്കറ്റും പ്ലാസ്റ്റിക്കും അതും ഇതും എല്ലാം കൊണ്ട് തെള്ളിയിട്ടുണ്ട്. ആകെ ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു തണൽ കിട്ടിയിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ ചോദിക്കും ആ കാണുന്നതൊക്കെ തണലല്ല, അതൊന്നും തണലല്ല കേട്ടോ. അവിടെ വണ്ടി ഇട്ട് ഒതുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ട് ഇവിടെ ചവിട്ടിയിട്ട് ഞങ്ങളുടെ തെള്ളു കുറച്ച് കുറവായതുകൊണ്ട് ജിത്തു രാവിലെ തെള്ളാനുള്ള ആരോഗ്യത്തിന് വേണ്ടി പുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു WOSന്റെ പുട്ടുപൊടിയുടെ പാക്കറ്റ് ആയിരുന്നുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഞങ്ങൾ എന്നാലും എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വെള്ളമൊക്കെ ഇട്ട് കുഴച്ച് ചാമ്പിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ആവും എന്നൊന്നും അറിയില്ല. കയറിയിട്ടൊന്ന് കഴിക്കാൻ വയ്യ കേട്ടോ. ഇവിടുത്തെ വെള്ളം വരെ സീന. ഒഡീഷ കയറിയിട്ട് ഫസ്റ്റ് വെള്ളം കുടിച്ച് ഞാനൊരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വൃത്തിയായിട്ട BP ഒരു പമ്പ് കാണുന്നത്. അത് ഒഡീഷയിലാണ്. ഇവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് വയറ് ഭയങ്കര വേദന. എനിക്കും വയറുവേദന, ഇവനും വയറുവേദന. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് വയറുവേദനയായേ? അതിൻ്റെ ആണോ? പക്ഷെ എനിക്ക് രാവിലത്തെ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ വയറുവേദന. ചൂടെന്ന് പറഞ്ഞാൽ താങ്ങാൻ അല്പം ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ചൂടാണ്. ഞങ്ങളിത് ഇഡലിക്കുട്ടത്തിലോട്ടോ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി ആവി കയറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ കൈ ഇന്നലെ നൈസായിട്ടൊന്ന് പൊള്ളി. ചൂട് അടപ്പി കയറി പിടിച്ചോട്ടോ. എത്തുന്നത് ഇവിടെ പുട്ടിനുള്ള കറി ഉണ്ടാക്കും. പുട്ടിൻ്റെ കൂടെ കറി എന്താണെന്ന് ചോദിച്ചാൽ ലോകത്ത് ഇന്നേവരെ ആരും പുട്ടിൻ്റെ കൂടെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ കറിയാണ്. അതിന് വേണ്ടി ഇത് വെണ്ടയ്ക്ക, വഴുതനങ്ങ, സവാള എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് വെട്ടി എരിയുക, മസാല ഇടുക, ചാമ്പുക. എന്തോ നിന്റെ പ്രിപ്പറേഷൻ എന്തുവാ? ഉണ്ടാക്കുക. വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. എന്തെങ്കിലും കഴിക്കാൻ വേണം, വേറെന്താ. പക്ഷെ ഒന്ന് പണ്ടാറടങ്ങി. ഫുഡ് നമ്മൾ ചോറ് കഴിച്ച് ഞങ്ങൾ കണ്ടു ഭയങ്കര ചോറ് കേട്ടോ. ചോറ് കഴിച്ച് ശീലിച്ച് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയുള്ളൊരു കിട്ടത്തില്ല. നമ്മുടെ ഇവിടെയൊക്കെ കറി വെക്കുന്ന പോലെ ഒരു ചെറിയ ബൗളിൽ നടുക്ക് ചോറ് വെക്കും, പിന്നെ അതിൻ്റെ ചുറ്റും കുറേ കറി. അതാണെന്നുണ്ടെങ്കിൽ മറ്റേ സൂചിയരി. അങ്ങനെ നമുക്ക് അങ്ങോട്ട് പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ ഒരു ഫുഡ് പോയിസൺ പിടിപ്പിച്ച് വെക്കണ്ടെന്നൊക്കെ കരുതി. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് ട്രാവലാണല്ലോ, സോ വി ഹാവ് ടു സേവ് ബഡ്ജറ്റ്. അങ്ങനെ അതും കൂടെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെയാണ് പരിപാടികൾ. അതുകൊണ്ട് ഓരോരോ പുതിയ ഡിഷസ് ഞങ്ങൾ ഓരോ ദിവസം ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ ഇവനാണോ ഉണ്ടാക്കുന്നത്. ഇവനിങ്ങനെ സവാള ഇങ്ങനെ നീളത്തിൽ കൊത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് തന്നെ ഒരു വെല്ലുവിളിയാ മുഖത്തിലാണ് ജിത്തുവിൻ്റെ സവാള എരികണ്ടോ. ചൂട് സഹിക്കാൻ വയ്യാതെ അവൻ വെളിച്ചാടി കേട്ടോ. അകത്തിരിക്കാൻ പറ്റുന്നില്ല. ഞാനെന്തായാലും വെളിയിലിറങ്ങി തുണിയൊക്കെ ഇവിടെ സ്റ്റിൽ ബോഡി ആയിട്ട് നിൽക്കും കേട്ടോ. ആന്ധ്രാപാതി ആയപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടില്ല കേട്ടോ. പിന്നെ വെയിൽ ഭയങ്കരമായിട്ടുള്ളപ്പോൾ മാത്രം ഒന്ന് എടുത്തിടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കരുത്ത് പോയാലോ. അതുകൊണ്ട് വെയിൽ വരുമ്പോൾ മാത്രം എടുത്തിടും. പിന്നെ ഇപ്പോൾ ഒഡീസ കയറി ഇവിടെ കൊണ്ട് നിർത്തിയപ്പോഴും ഊരി കളഞ്ഞു. ഇന്നലെ നൈറ്റ് ഫുള്ള് ഡ്രസ്സില്ലാതെ ഓടി. ഷോർട്ട്സ് ഉണ്ട് കേട്ടോ, ടീഷർട്ട് ഇല്ലാതെ ഓടിച്ചിട്ടിരുന്നു. അന്നേരം നല്ല സുഖം ഉണ്ടായിരുന്നു കിടക്കാൻ തന്നെ. അവിടെ എന്തായാലും നിർത്തിയിട്ട് പമ്പ് കൊള്ളായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കുളിക്കാനും അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ട്രക്ക് ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് വലിയൊരു ഏരിയ കുളിക്കാൻ വേണ്ടി ഇങ്ങനെ പൈപ്പുകൾ അടുക്കി സെറ്റ് ചെയ്ത് നമ്മളിത് ഈ വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ NH16 ആണ് കേട്ടോ. NH16 എന്ന് പറഞ്ഞാൽ ഇത് ചെന്നൈ കൊൽക്കത്ത ഹൈവേ ആണ്.
മെയിൻ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭുവനേശ്വർ, വിശാഖപട്ടണം അങ്ങനെയുള്ള മെയിൻ സിറ്റി. ഭുവനേശ്വർ ഇവിടെ കേട്ടോ, ഇനി മുമ്പോട്ടാണ്. വിശാഖപട്ടണം, ഭുവനേശ്വർ ഇങ്ങനെയുള്ള മെയിൻ സിറ്റീസിൽ കൂടെ ഈ ഹൈവേ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ റോഡ് ഒറ്റയടിക്ക് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങ് നാഗാലാൻഡ് അല്ല എന്തായാലും. അതെ ഇവിടുത്തെ ബസ്സൊക്കെ ഉണ്ടോ, എയർ ഹോണിന്റെ കളി കേട്ടോ. നമ്മുടെ കേരളം വിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ എയർ ഹോണിന്റെ കളിയാണ്. ബാക്കിലൊക്കെ വന്ന് അടിച്ച് നമ്മുടെ ചെവി പൊട്ടിക്കുന്നതൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ എന്താ പറയുന്നത്, MVDയോടൊക്കെ ചില സമയത്ത് നല്ല RTO നിങ്ങളോട് ചില സമയത്ത് നമുക്ക് ബഹുമാനം തോന്നും. ഇവിടെയൊക്കെ കയറി കഴിയുമ്പോൾ എയർ ഹോൺ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഞെട്ടിപ്പോകും. ഇത് ഇവിടെ ഇങ്ങനെ സവാള അരിയോട് അരി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ അരിയുന്ന സ്കില്ല് കണ്ടോ, നൈസായിട്ട് പേപ്പർ കട്ടിയിലാട്ടോ ഇവൻ അരിയുന്നത്. ഇവൻ്റെ ഈ അരിച്ചിലുകൊണ്ടൊരു ഗുണമുണ്ട്. ഇനി അഥവാ കഴിക്കാൻ കാശില്ലെന്നുണ്ടെങ്കിൽ ഏത് ഹോട്ടലിൽ കയറി കഴിച്ചിട്ട് ഇവനെ അവിടെ 2 അരിയോടാ. നീ എത്ര സ്വച്ഛ സവാള അരിയോടാ ഒറ്റയിരിപ്പിന്? 2 ചാക്ക് അരി ചെയ്തു, പിന്നെ 3 ചാക്ക്, 1 ചാക്ക്, 2 ചിക്കൻ കറിക്കുള്ളത്. നിനക്ക് വീർത്ത് പുഴുങ്ങി നാശമായിട്ടിരിക്കും കേട്ടോ. മറ്റു സവാളയും കാര്യങ്ങളെല്ലാം അരിഞ്ഞ് കറികൾ റെഡിയാക്കിയിട്ട് ഞാനിവിടെ കാര്യങ്ങൾക്ക് മേൽനോട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തേലും ഉണ്ടാക്കി കഴിച്ചിട്ട് പെട്ടെന്നൊന്ന് കുളിക്കണം. അതിനുള്ള വകുപ്പ് ഞാനിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 2ാമത്തെ കുളിയാണ്. ഇത് കണ്ടോ, ചുമ്മാ നിൽക്കുക. എന്നാൽ പോലും ഇതാട്ടോ അവസ്ഥ, ചൂട്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ട്രാവൽ ചെയ്യാൻ ഇറങ്ങിയതാണ്. ഇതെല്ലാം യാത്രയിൽ സ്വാഭാവികം. ഇതെല്ലാം എൻജോയ് ചെയ്യണ്ടേ, എല്ലാം അറിയണ്ടേ. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മളിവിടെ ഒരു പൈപ്പിൽ നിന്ന് പിടിച്ച കേട്ടോ. അത് പിടിച്ച സമയത്ത് വെള്ള കളറായിരുന്നു. വെട്ടി തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കളർ നോക്കിയാൽ മഞ്ഞ. അതുകൊണ്ട് അത് നടക്കത്തില്ല കേട്ടോ. നമ്മുടെയാണെങ്കിൽ മിനറൽ വാട്ടർ ഇരിപ്പുണ്ട്. നമുക്കിനിയിപ്പോൾ അതൊഴിച്ചുണ്ടാക്കാനേ നടക്കത്തുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അഴുക്കല്ലായിരുന്നു കേട്ടോ, തുരുമ്പാണ്. തുരുമ്പും പോട്ടെ, ഇരുമ്പ്. ഇരുമ്പിൻ്റെ തുരുമ്പല്ലേ. നമ്മൾ ആ കാണുന്ന കുഴൽക്കിണറുണ്ടോ, അതിനകത്തുനിന്നായിരുന്നു കേട്ടോ വെള്ളം എടുത്തത്. അതെന്തായാലും കളഞ്ഞിട്ട് നമുക്ക് മതിയോ. നമ്മുടെ എന്തായാലും മിനറൽ വാട്ടർ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഒഴിച്ച് ഇനി നമുക്ക് മിനറൽ വാട്ടറിൽ ഉണ്ടാക്കിയ പുട്ട് കഴിക്കാം. ഇത് ഞങ്ങളുടെ ഇഡലിക്കുട്ടകത്തിലെ ആദ്യത്തെ പുട്ടാണ് കേട്ടോ. അത് ഈ ഇഡലിക്കുട്ടകത്തിൻ്റെ ഈ 4 സൈഡിൽ 1, 2, 3, 4, 5 സൈഡിൽ ഇങ്ങനെ ഊട്ട കാണുന്നുണ്ട്. അത് കുഴച്ചൊന്ന് വെച്ചാട്ടോ, അത് പോവാതിരിക്കാൻ വേണ്ടി കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപിടി ഇഡലിക്കുട്ടകത്തിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷെഫ് ജിത്ത് എന്തായി തീരാൻ, എന്തായാലും കഴിക്കും. അതുപോലെ വിശന്ന് പണ്ടാറങ്ങിയിരിക്കുക. ചെമ്പടച്ചിട്ടുണ്ട്. അടഞ്ഞു. ഇനി ആവി വരുമ്പോൾ നമുക്ക് നോക്കാം. ഞാനാണോ ഇതിൻ്റെ മേൽനോട്ടം? ഇല്ലടാ, ഞാനാ മെയിനാണ്. ഞാൻ പാചകത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇവന് പാചകം അറിയത്തില്ല. ഗൈസ്, ഷെഫ് തൊമര എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയുടെ കൂട്ടത്തിൽ തൊമരയും കൂടി ഇട്ട് അതൊരു കറിയാക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ ഇതാട്ടോ സ്റ്റോർ റൂം. അത് സ്റ്റോർ റൂമിൽ സാധനങ്ങൾ, അവിടെ വെജിറ്റബിൾ, പച്ചക്കറികൾ, കിച്ചൺ ഏരിയ അതാണ്. ഇവിടെ സ്റ്റോർ റൂം, ഇത് ബെഡ്റൂം, അത് ലിവിങ്. വണ്ടിയുടെ പടുതി ഉണ്ടോ, വണ്ടി നാട്ടിൽ ഇറങ്ങിയപ്പോഴത്തേ റിമ്മൊക്കെ വെള്ള റിമ്മായിരുന്നു. ഇപ്പം അതെല്ലാം മഞ്ഞയായിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റ് 5 സംസ്ഥാനത്തെ പൊടിയായിട്ടുണ്ട് കേട്ടോ. ഒരു 10 തേച്ചിട്ട് വേണം കഴുകാൻ, അതാണ് ലക്ഷ്യം. കേസ് നമ്മുടെ കറിയിൽ മസാലകൾ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. ഇനി ഒന്ന് വഴറ്റി എടുത്തിട്ട് അതിനകത്തോട്ട് ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക്, ഈ വക ഐറ്റംസ് ആഡ് ചെയ്തിട്ട് ഇതേ ഇവിടെ ബോട്ടിൽ തുറന്ന് മല്ലിപ്പൊടി എടുക്കും കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷേ മുളക് പൊടിയെല്ലാം തീർന്നു പോയി. അങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസം ഇത് വിശാഖപട്ടണത്ത് മേടിച്ച ആശീർവാദിൻ്റെ മുളക് പൊടി കേട്ടോ. അപ്പം മല്ലിപ്പൊടി ഇതിലോട്ടിട്ടു, ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു. ഇതിനെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുപ്പും, മല്ലിയില തീർന്നോടാ ഇരിപ്പുണ്ടല്ലോ. ലാസ്റ്റ് കറി ആകുമ്പോഴത്തേക്ക് അതിന് മേളിൽ മല്ലിയിലയും കൂടെ ഒന്ന് തൂവി അടിപൊളിയാക്കാം. പുട്ടും കറിയെല്ലാം റെഡിയായി കേട്ടോ. കറി ഉണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് ഷെഫ് ജിത്തുവിൻ്റെ. ഇച്ചിരി ചാറ് ഒഴിച്ചടാ. മതി, ഇരിക്കട്ടെ. ഇതേ അവനോടെ കഴിക്കാൻ എടുത്തിട്ട് ഗ്യാസ് കുട്ടിയുടെ മേളിൽ ഇരുന്ന് കേട്ടോ. നമുക്കിതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കട്ടെ. നല്ല ചൂടാട്ടോ, പുറത്തെ ചൂട് ഇതിൻ്റെ ചൂടൂടെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. കൈയിടാൻ വയ്യ കേട്ടോ, പൊള്ളിപ്പോയി. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടൊരു കൊള്ളാടാ, പാളിപ്പോയില്ല. എന്തായാലും ഞങ്ങളെന്തായാലും കഴിക്കട്ടെ കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 2 മണിയോളമായി. രാവിലെ 8:30 ഉറക്കം ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ചില്ലി സോസ് ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല എരിയും കിട്ടും. ഇതാ കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് ഇനി നമുക്കൊന്ന് ചാമ്പി നോക്കാം. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ദേഹത്ത് എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടി നിൽക്കുന്നതല്ല. ഇവിടുത്തെ ചൂട് കാരണം വിയർത്ത് കുളിച്ച് പണ്ടാരടങ്ങി നിൽക്കുന്നതാണ്. എന്തായാലും ഈ വണ്ടി കൊണ്ട് നിർത്തിയതിൻ്റെ അടുത്ത് എനിക്ക് അനുഗ്രഹമായിട്ട് അവോയ്ഡ് ദി സറൗണ്ടിങ്സ്. ഓക്കെ, എനിക്ക് ഈ വണ്ടി കൊണ്ട് നിർത്തിയെടുത്ത് അനുഗ്രഹമായിട്ട് ഈ ഒരു സാധനം കണ്ടോ, കുഴൽക്കിണർ.
ഇത് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടേ ഈ സാധനം ഒരുപാട് കാണാനുണ്ടായിരുന്നു റോഡ് സൈഡിലൊക്കെ. പക്ഷേ ഇന്നേ വരെ ഞാൻ ഇതിനകത്ത് അടിച്ച് വെള്ളം എടുത്തിട്ടില്ല. സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ 2 അടി ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടോ കുറച്ച് നേരത്തേക്ക് നല്ലോണം വെള്ളം വന്നുകൊണ്ടിരിക്കും. പക്ഷേ കുഴൽ കിണറായതുകൊണ്ട് ഇരുമ്പിൻ്റെ ചുവയുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ ചുവ നല്ലോണം ഉണ്ട്. നമ്മൾ കഴിക്കാനെടുത്തപ്പോൾ നേരെ മഞ്ഞ കളറായതാണ്. എന്തായാലും ഇവിടെ നിന്ന് നല്ലോണം ഒന്ന് തണുപ്പിക്കട്ടെ ദേഹം. നമുക്കേ കുഴൽ കിണറിൽ വെള്ളം അങ്ങനെ എടുക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ കൊണ്ട് പിടിക്കുക, നടു ബെൻഡ് ചെയ്യുക, ലാറ്റ് സ്പ്രെഡ് ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെ അടിച്ച് 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 ബക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അടിച്ച് പദം വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 2 അടി 3 അടി 4 അടി അടിക്കുമ്പോൾ എക്സ്ട്രാ ഒരു 4 അടിക്കുള്ള വെള്ളം 5 അടിക്കുള്ള വെള്ളം ബോണസ് കിട്ടും. ഈ വെള്ളം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഈ ബക്കറ്റ് ഇങ്ങനെ എടുക്കുക, സുഖം. ബക്കറ്റ് നമ്മൾ വീണ്ടും വെക്കുന്നു. വെള്ളത്തിനകത്തെല്ലാം കുടുംബിന്റെ പൊടി നല്ലോണം കാണാം കേട്ടോ. ആദ്യം ബക്കറ്റ് അടിച്ചിട്ടുണ്ട്, ബാക്കി തന്നെ നിറഞ്ഞാൽ നോക്കാം. ഇല്ല 2 ബക്കറ്റ് വെള്ളമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നടു പറയുക. വീണ്ടും ഇങ്ങനെ എടുക്കുക. ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒറീസ ബോർഡറിനൊക്കെ കുറെ മുമ്പായിട്ട്, ബോർഡറിനും ഏകദേശം ഒരു 100-200 കിലോമീറ്റർ ഉണ്ട്. അവിടെയൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു കനാലിൽ ഇറങ്ങി കുളിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ബൈക്കുകാരൻ പറന്ന് ഇങ്ങോട്ട് വന്ന് ബൈക്ക് നിർത്തിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ബക്കറ്റ് ഒന്ന് എടുത്തോട്ടെ. ഞാൻ എടുത്തോളാം പറഞ്ഞേ. പുള്ളി ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വയ്ക്കുക, ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ച് 2 ബക്കറ്റ് വെള്ളം തലവഴി ഒഴിച്ചിട്ട് പുള്ളി ബൈക്ക് എടുത്ത് ഓടിച്ച് അതേപോലെ ഒറ്റ പോക്ക്. അതുപോലെ ഞങ്ങളിപ്പോൾ രാവിലെ ഒറീസയിലെ പമ്പിൽ വെള്ളം നിറച്ചുകൊണ്ടിരുന്നപ്പം ഒരു റിച്ച് ഏജിലായിട്ടുള്ള ആളാണ്. പുള്ളി നേരെ വെൽ ഡ്രസ്ഡ് ആണ്. പുള്ളി നേരെ ഓടി വന്നിട്ട് കയ്യിലിരുന്നൊരു ടവല് വെള്ളത്തിനകത്തോട്ട് നനച്ച് മുഖം തുറച്ച് കുറെ വെള്ളം അതിലേതിലേ മാറ്റി ചിപ്പി പുള്ളി ഒറ്റ പോക്ക്. നമുക്ക് ബൈക്കൊക്കെ ഓടിച്ച് പോകുന്നവരെ കൊണ്ടൊന്നും ഒട്ടും താങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ വണ്ടിക്ക് അത് AC ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തീരെയും താങ്ങാനും പറ്റത്തില്ല. ഇതിൻ്റെ കൂടെ ഒമ്നി അല്ലേ, താഴെ നിന്നുള്ള എഞ്ചിന്റെ ചൂടും ഇവിടുത്തെ റോഡിലുള്ള ചൂടുകൂടാകുമ്പോഴത്തേക്ക് അടിപൊളി കേട്ടോ. എന്തായാലും ഇടയ്ക്ക് ഇങ്ങനൊരു കാര്യം കിട്ടിയതുകൊണ്ട് കാര്യമായി. എല്ലാവരും ഉണ്ടെങ്കിൽ വീണ്ടും ചൂട് കൊണ്ട് അവിഞ്ഞ് മുമ്പോട്ട് പോകേണ്ടി വന്നേനെ. ഇങ്ങനെയൊക്കെ കിടന്ന് അടിച്ചാലും ഒരു രസമുണ്ട് കേട്ടോ. ജീവിതം ഇപ്പോഴാണ് ജീവിതമായത് അല്ലേട്ടാ. നല്ല രീതിയിൽ ഇവൻ ചൂട് കാരണമായിട്ട് 2 ദിവസമായിട്ട് കലിപ്പ കേട്ടോ. ഞാൻ കാണിക്കത്തില്ല. ഇത് 2 ദിവസമായിട്ട് വാടിക്കൊള്ളുന്ന പനിനീർപ്പ് സ്പോട്ടോ. പാവത്തിന് ചൂട് വാങ്ങാൻ വയ്യ. ഞാൻ നാട്ടിൽ ഇറങ്ങാൻ നേരം ഇവൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞു നമുക്ക് വണ്ടിക്കകത്ത് AC ഫിറ്റ് ചെയ്തിട്ട് വരാം. അന്നേരം ഈ മോൻ എൻ്റെ അടുത്ത് പറയുക നിനക്ക് അഹങ്കാരം വന്നു, നീ AC ഉള്ള വണ്ടിയിലെ യാത്ര ചെയ്തുള്ളത്. എന്നിട്ട് ഇവൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവന് വെളിവില്ല, വെള്ളിയാഴ്ചയില്ല, മാണ്ടുപോയെന്ന് വയ്യെന്ന്. എന്തോ പറയാനാ. സ്വാഭാവികം. മോനങ്ങ് സ്വിച്ച് പോയി വീട്ടിൽ ഇരുന്നിട്ട് ഇയാൾ എന്തൊക്കെ ഡയലോഗായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം ഗ്യാസ് ഓഫായി. നമ്മുടെ LPG സ്റ്റോവിന്റെ ഗ്യാസ് ഒക്കെ തീർന്ന് അണയുന്ന പോലെ ഇത് 2 ദിവസമായിട്ട് കിണാറായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ ഊതിക്കത്തിച്ച് ആളിച്ചിങ്ങനെ കൊണ്ടുപോയി മുമ്പോട്ട്. എന്താ നിനക്കൊന്നും മൊഴിയാറില്ലേ? ഈ നമ്മൾ വീണ്ടും ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. Number 2 on the stage, Mr. South Kerala ജിത്തു ചന്ദ്രൻ. ഇപ്പൊ ഉപ്പിലിട്ട മാങ്ങ പോലായി. അടി ആഞ്ഞടി. എങ്ങനെണ്ടാ? എന്തുവാ എന്തൊക്കെയോ മൊഴിയുന്നുണ്ട് കേട്ടോ. ഇവന്റെ വോളിയം ഒത്തിരി കുറഞ്ഞിരിക്കും, അതൊന്ന് കൂട്ടണം. അവന്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പുട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ് പുട്ടുണ്ടാക്കി കഴിപ്പിച്ചത്. എന്നിട്ടും അവന്റെ സൗണ്ട് അങ്ങോട്ട് കൂട്ടില്ല. അതെ ഇനി പറ, റിവ്യൂ പറ, തിരിഞ്ഞിട്ട് പറ. നല്ല സുഖമുണ്ടല്ലോ. സുഖിച്ചോളൂ. ഇത് അടിക്കാനും നല്ല സുഖമുണ്ട് കേട്ടോ. ആ വോളിയം ബട്ടൺ ഒന്ന് കൂട്ടിക്കേ. വേണ്ടേ, ഈ വോളിയം ബട്ടൺ ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടിക്കേ. കുഴൽ കിണറിയുന്നത് ഇവന് 6 ഫിൽറ്റേഡ് വാട്ടർ വരുവാടാ. സത്യം കേട്ടോ. ഈ ആന്ധ്ര ഒഴി. ഇനി പറ മൊഴിയൂ. നല്ല രസമുണ്ട്. ഓക്കെ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കുളിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു വലിയ ഭാഗ്യം. ആന്ധ്രയിൽ കൂടെയൊക്കെ ഓടിയിട്ട് ഞങ്ങള് ഒരു നീർച്ചാല് പോലും കണ്ടിട്ടില്ല ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്.
കാരണം സോപ്പൊക്കെ തീരാറായി കേട്ടോ. സോപ്പൊക്കെ മേടിക്കണം. അതിന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോപ്പ് കാണിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡബിന്റെ സോപ്പ് കേട്ടോ. കുളിച്ച് തേഞ്ഞ് തീർന്നു പോയി. പൈസ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് വീണ്ടും വീർക്കാൻ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ചൂട് കൊണ്ട് തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ. എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ. എന്തായാലും ഞങ്ങളുടെ കിച്ചൺ യൂണിറ്റ് വെളിയിരിക്കും. ഇനി നമ്മുടെ കിച്ചൺ എടുത്ത് അകത്ത് കയറ്റി ബെഡ്റൂം ക്ലോസ് ചെയ്ത് നമുക്ക് നമ്മുടെ വീടും കൊണ്ട് ഓടി മുമ്പോട്ട് പോകണം. കൊൽക്കത്ത പിടിക്കാനുണ്ടോ പ്ലാൻ. ചൂട് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ഞങ്ങൾ പുരിയിൽ ഇറങ്ങാൻ പ്ലാനുണ്ട്. ചിലപ്പോഴേ കാണത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ സ്ട്രെയിറ്റ് കൊൽക്കത്ത. ഈ ഹൈവേയിൽ ഇനി ഏകദേശം ഒരു 600-700 കിലോമീറ്റർ ഞങ്ങൾക്ക് മുമ്പോട്ട് ഓടണം അതിന് വേണ്ടി. അപ്പോൾ ഈ ഒരു 600-700 കിലോമീറ്റർ എത്രയും പെട്ടെന്ന് ഓടി ഒരിത്തിരി ഒന്ന് ചൂടിന്റെ കാഠിന്യം കുറഞ്ഞ സ്ഥലത്തോട്ട് കയറുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു 1/2 കിലോമീറ്റർ ഓടി മുമ്പോട്ട് വന്നേ. ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പിൽ കയറി നമുക്കൊരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നോക്കാം. ഫ്യൂൽ പമ്പ് കംപ്ലീറ്റ് ആണ് നമ്മുടെ വണ്ടിയുടെ. സോളിനോട് ഓണായി വരത്തില്ല. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെടും. കാരണം ഫ്യൂൽ പമ്പ്സിന്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് കേട്ടോ. पेट्रोल बैक साइड वहाँ भैया इधर एलपीजी मिलेगा? एलपीजी नहीं, एलपीजी कहाँ मिलेगा? एलपीजी सीएनजी नहीं, एलपीजी कहाँ? कोरदा. कितना किलोमीटर है यार? 100 किलोमीटर. कोरदा कोरदा वहाँ एयरलाइंस का पंप है और इंडियन ऑयल का पंप है. सॉरी सब एलपीजी है वहाँ का. सिलेंडर नहीं भैया, गाड़ी एलपीजी में चलाते हैं गाड़ी. एलपीजी का नहीं आपको मालूम नहीं है ना. ये गाड़ी एलपीजी में भी चलाता है. हाँ पेट्रोल भी चलता है. हाँ ओके. वो नॉर्मल पेट्रोल है ना? नॉर्मल. ओके थैंक यू. അപ്പോൾ ഇവിടെ എൽ പി ജിയുടെ കാര്യം ഭയങ്കര പരിങ്ങലാട്ടോ. ഇവിടെ ഉള്ളവർക്ക് എൽ പി ജിയിൽ വണ്ടി ഓടുമെന്ന് പോലും അറിയാൻ വയ്യ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ പെട്രോൾ എവിടെ വരുന്ന പെട്രോൾ ഇവിടെ തന്നെ അല്ലേ? ഇങ്ങനെ അടിക്കാതിരുന്ന് ഓടിച്ചോടിച്ച് പെട്രോളിന്റെ ലിഡ് എവിടാന്ന് വരെ ഞാൻ മറന്നു പോയി കേട്ടോ. നമുക്ക് എന്തായാലും ഒരു 500 രൂപയ്ക്ക് ഇവിടുന്ന് ചാമ്പി നോക്കി അതൊന്ന് ഓണാക്കിയിട്ട് സെറ്റ് ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെടും. കാരണം എൽ പി ജി ഇവിടെ ബുദ്ധിമുട്ടാ. യാത്രയ്ക്ക് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ നമ്മുടെ വണ്ടിക്കകത്ത്. അല്ല, നമ്മൾ ഇറങ്ങിയ ദിവസം അടിച്ചായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടിയിട്ട് പെട്രോൾ അടിക്കും കേട്ടോ. ഇവിടെ ലിറ്ററിന് 101 രൂപ 94 പൈസ. അതല്ലല്ലോ നമ്മൾ അടിക്കുന്നത്. അത് തന്നെ അടിക്കുന്നത്. 500 രൂപയ്ക്ക് 4.90 ലിറ്റർ. 5 ലിറ്റർ അടുപ്പിച്ച് കയറിയതുള്ള. ഓടിച്ച് നോക്കട്ടെ. ഇനി സ്റ്റാർട്ടാവൂല്ലെന്ന് അറിയില്ല. ഇതിനു വേണ്ടി കുറച്ച് കഷ്ടപ്പാടല്ലേ. എന്നാലും പൈസ കൊടുക്കട്ടെ. ഞങ്ങളുടെ വിളി കേട്ടിരിക്കുന്നത് ഗൈസ്, വണ്ടി എങ്ങനെ പെട്രോൾ എടുത്തു കേട്ടോ. കുറച്ചു നേരം ഒന്ന് മുമ്പോട്ട് വന്ന് ഒന്നൊന്ന് ചവിട്ടി ഇട്ടപ്പോഴത്തേക്ക് സംഭവം എടുത്തു. ഇനി ധൈര്യമുണ്ട്. ഇനി പെട്രോൾ തീർന്ന വഴി വീണാലും നമുക്ക് ലിഫ്റ്റ് അടിച്ചാലും പോയി, എന്തായാലും ഹൈവേ അല്ല, ഇഷ്ടം പോലെ പമ്പുണ്ട്. ലിഫ്റ്റ് അടിച്ചാലും പോയി വാങ്ങിച്ചോണ്ട് വന്ന് ഓടിച്ചോണ്ട് പോകാം. വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ലായിരുന്നു. ഞങ്ങൾ ബൈക്ക് നോക്കിയത് കൊടൈക്കനാലിട്ട് ഓടിച്ച് അന്ന് പെട്രോളിലായിട്ട് ഓടിച്ചത്. കൊടൈക്കനാല് കുറെ അങ്ങനെ പെട്രോൾ അപ്പൊ തീർന്നു തന്നെ ഇരുന്നതാ. നമുക്ക് ഇനി ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. എന്നില്ലേ ഇത് നോക്കിക്കേ. ഇതാണ് കേട്ടോ സ്വിച്ച്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഓറഞ്ച് ലൈറ്റ് എത്തുമ്പോൾ ഈ വണ്ടി പെട്രോളിലാണ്. പെട്രോളിൽ നിന്ന് തിരിച്ച് നമ്മൾ ഗ്യാസിലാക്കുമ്പോഴത്തേക്ക് റിസർവിലിടണം. എന്നിട്ട് കുറച്ച് ദൂരം നമ്മളിങ്ങനെ ഓടിച്ചിട്ട് വണ്ടി ഒന്ന് പമ്മണം. നോക്കട്ടെ, പമ്മുന്നില്ല. എന്നാലും നമുക്ക് വെറുതെ ഗ്യാസിലോട്ട് ഇട്ട് നോക്കാം. സെറ്റായി. ഇനി നമുക്ക് തിരിച്ചിട്ട് നോക്കാം. കാണിച്ചതാ, തിരിച്ച് നമ്മൾ റിസർവിലിട്ടു, പെട്രോളിലേക്ക് ഇട്ടു. വാവ്. ഫ്യൂവൽ പമ്പിന്റെ മറ്റേ സോളിനോട് കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ചിരുന്ന കേട്ടോ. ഫ്യൂവൽ പമ്പ് കംപ്ലൈന്റ് ആണെന്ന് തീർത്തും ഉറപ്പിച്ച് ഞങ്ങൾ ഇരുന്നതാ. ഭാഗ്യത്തിന് സാധനം ഇപ്പൊ വർക്കാവാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ വണ്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. മാർക്കോ പോളോയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അവൻ പല സമയത്തും പല സ്വഭാവമാണ് കാണിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഇത് ഓക്കെ ആയിട്ട് ഓടുന്നുണ്ട്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യം കേട്ടോ. എന്നാൽ എൽ പി ജി ഇങ്ങോട്ടൊന്നും കയറിയിട്ട് അറിയാൻ വയ്യ. നമ്മുടെ എൽ പി ജിയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ലൈക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, എവിടെയൊക്കെ എൽ പി ജി പമ്പുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒഡീഷയിൽ മൊത്തത്തിൽ 3 പമ്പിൽ എൽ പി ജി ഉണ്ട്. അതിൽ നമുക്ക് ഇവിടുന്ന് നിയറസ്റ്റ് ആയിട്ടുള്ളത് ഭുവനേശ്വറിലാണ്. ഭുവനേശ്വർ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 200 കിലോമീറ്റർ മാറി സഞ്ചരിച്ച് പോകണം. അപ്പൊ കൊൽക്കത്തയ്ക്കുള്ള നമ്മുടെ ദൂരം കൂടും. അപ്പൊ എന്തായാലും ഇത് കാര്യമായി. പെട്രോൾ ഉണ്ടെങ്കിൽ ഇനി ധൈര്യം കേട്ടോ. ഇനിയിപ്പോ പെട്രോൾ വീഴുന്ന വഴി വീണാലും എങ്ങനെയൊക്കെ ഫണ്ട് ഒപ്പിച്ച് ഫണ്ടിന്റെ കാര്യമുള്ളൂ അല്ലേ? ഫണ്ടിന്റെ കാര്യമുള്ള ബുദ്ധിമുട്ട്. ഇനിയിപ്പോ ഇനിയിപ്പോ പേടിയില്ല. പെട്രോൾ വരുന്നായാലും ഇതുപോലെ നമ്മുടെ അമ്മമാരുടെ വണ്ടി ഇഷ്ടം പോലെ നടക്കില്ല. ഇതുണ്ടോ
ഇതൊക്കെ രാജസ്ഥാൻ ട്രക്ക്, ഇതെല്ലാം രാജസ്ഥാൻ ട്രക്കാട്ടോ മുമ്പിൽ പോകുന്നതെല്ലാം. ഈ ഒരു ഹൈവേ ഫുള്ള് ചരക്ക് ഗതാഗതത്തിന്റെ ഹൈറികളിയാട്ടോ. ഇവിടെ ഞാൻ നോക്കിയിട്ട് നമ്മുടെ പ്രൈവറ്റ് യൂസ് വെഹിക്കിൾസ് ഈ ഹൈവേ ഉപയോഗിക്കുന്നത് വളരെ കുറവായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഫുള്ള് ലോറി. ഇപ്പൊ കുറെ അടിച്ചില്ലേ ആ വണ്ടിക്കകത്തുന്ന ഈ ലോറിക്കകത്തൊക്കെ എന്താ കൊണ്ടുവന്നെന്ന് പറയാൻ വേണ്ട. ചിലപ്പോ മറ്റേ ഉള്ളിക്കിടാനുള്ള വളമൊക്കെ ആയിരിക്കും. ഫ്രണ്ടിൽ പോകുന്ന ലോറി അല്ല, പാസ് ചെയ്ത ലോറിക്കകത്തുന്ന. നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വലതുവശത്ത് കടലാട്ടോ. ഈ കുറച്ച് ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ അങ്ങോട്ട് മാറി കടല. നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത് NH16 കൂടി. നമ്മളിത് ഏറ്റവും ബാക്കിൽ ഇതേ ഈ കണ്ടോണ്ടിരിക്കുന്ന മലകൾ കണ്ടോ അങ്ങ് പുറകിലായിട്ട്, അതെന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഗാർഡ്സ് ആണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സ് സഹ്യപർവ്വതം നിൽക്കുന്ന പോലെ ഇതേ അവിടെ തെളിഞ്ഞു തുടങ്ങി. നമ്മുടെ ഈ ഈസ്റ്റേൺ കോസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു പർവ്വതമാണ് കേട്ടോ ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് വരെ ഉണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് മല എന്ന് പറയുന്നത് നമ്മുടെ ബിലിഗിരി രംഗൻസ് ആണ്, കർണാടകയിലുള്ളത്, നാഷണൽ പാർക്കിനകത്ത് വരുന്ന. അപ്പൊ ഈ കാണുന്ന പർവ്വതം ഈ ഈസ്റ്റേൺ ഗാർഡ്സ് നമ്മുടെ വലതുവശത്തായിട്ട് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലാണ് കേട്ടോ വരുന്നത്. ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ റേഡിയസിനപ്പുറത്ത് കടല. അപ്പൊ അതിന്റെ കരയിൽ കൂടെയും ഇതിന്റെ ഇടയിൽ കൂടെയും ആണ് ഈ ഹൈവേ പൊക്കോണ്ടിരിക്കുന്നത്. കുട്ടികളുടെ പെരുമഴ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. 1, 2, 3 അതിന് മുമ്പോട്ടും എല്ലാം ഉണ്ട്. ഈ റോഡിൽ കയറി കഴിഞ്ഞാൽ ഇതേ കാണാൻ കേട്ടോ ഈസ്റ്റേൺ ഗാർഡ്സ്. നോക്കിയേ, ഈ മലകളുടെ എല്ലാം ഇടയിൽ കൂടെ ഈ ഹൈവേ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് കാര്യമായ പച്ചപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. നമ്മുടെ ഇടതുവശത്ത് ബിർഹാംപൂർ ഫോറസ്റ്റ് റേഞ്ച് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റേൺ ഗാർഡ്സ് ആണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇത് കണ്ടോ, ഓട്ടോയിലൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ കുത്തി ഇടിച്ച് നിറഞ്ഞ് സെറ്റായിട്ട് ഇത് കണ്ടോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതും ആ കാണുന്നതും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റേൺ ഗാർഡ്സ് ആണ് കേട്ടോ. അതേ മുമ്പോട്ട് നോക്കി ലോറികൾ തിരക്ക് കാരണം ഇങ്ങനെ ഹൈവേ കൂടെ തന്നെ കുത്തി നിറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കുറച്ചിങ്ങ് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ആ കാണുന്നുണ്ടോ, അതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഏതോ ഒരു നദി വന്നിട്ട് ഇതേ കടലിലോട്ട് ചേരുന്ന കേട്ടോ. കണ്ടോ, ഇതിപ്പോ 1 വേ ആയി മാറിയിട്ടുണ്ട്. ഇതേ താഴെ കൂടെ അവിടെ നിന്നാണ് ഇനി ലോറിയും വണ്ടികളെല്ലാം കയറി ഇതിലേ കയറി കേട്ടോ ആ റോഡിലോട്ട് കണക്ട് ആവുന്നത്. ഇത് നോക്കി ഭയങ്കര വാസ്റ്റ് ആയിട്ട് ഇതിങ്ങനെ കിടക്കും കേട്ടോ. അവിടുന്ന് ഏതോ വലിയ നദി ഒഴുകി വന്ന് ആ കടലിലോട്ട് ചേരുക. അടിപൊളി. ഇത് വണ്ടിയൊക്കെ കയറി വരുന്നുണ്ടോ അതിനകത്തോട്ട് ഇങ്ങനെ പയ്യെ പിടിച്ച് ഓരോ വണ്ടി ഇങ്ങനെ കയറി വരും കേട്ടോ മേപ്പോട്ട്. നമ്മളിതൊന്ന് കാണാൻ വേണ്ടി നിർത്തിയതാ. സ്ത്രീകളൊക്കെ ഇങ്ങനെ തലേ ചുമടായിട്ട് മുട്ടം വെയിറ്റ് എടുത്തുണ്ട്. അവർക്ക് ആ വെയിറ്റ് കൊണ്ട് അവർ ഓടി ആട്ടോ പോകുന്നത്, നടക്കുമല്ല. അവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടോ, ഇവിടുത്തെ വില്ലേജിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടോ നോക്കി. അവർ ആ വെയിറ്റ് കാരണം ആ ഇറക്കം ഇങ്ങനെ ഓടി ഇറങ്ങി അങ്ങ് പൊക്കോണ്ടിരിക്കും കേട്ടോ. പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് കടലല്ല, നമ്മളിപ്പോൾ കണ്ടത് ഇന്ത്യയിലെ 2nd ലാർജസ്റ്റ് ലേക്കായ ചിൽക്ക ലേക്ക് ആട്ടോ. ചിൽക്കയാണോ ചിലിക്കയാണോ, CHILK ആണ്. അപ്പൊ ഇന്ത്യ 2nd ലാർജസ്റ്റ് ലേക്കാണ് നമ്മളിപ്പോ കണ്ടത്. അതിനും അപ്പുറമാണ് കേട്ടോ കടല. ഇതെന്ന് പറഞ്ഞാൽ ഇത് പക്ഷേ ഫ്രഷ് വാട്ടർ അല്ല, ബ്രാക്കിഷ് വാട്ടർ കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയ ഉപ്പിന്റെ അംശമുള്ള വെള്ളം കേട്ടോ. എന്നാൽ കടൽവെള്ളത്തിന്റെ അത്രയും ഉപ്പില്ല. ഇന്ത്യയിലെ തന്നെ ഒരുപാട് ത്രെട്ടൻഡ് ആയിട്ടുള്ള സ്പീഷീസും ബേർഡ്സും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് എവിടെയാണോ? ഇതിപ്പോ ഇവൻ ഗൂഗിളിൽ നോക്കി ചാമ്പ്യത കേട്ടോ. നമുക്ക് ആ കാര്യത്തിൽ എന്തായാലും അഭിമാനിക്കാം കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ലേക്ക് നമ്മുടെ വേമ്പനാടാണുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 2nd ലാർജസ്റ്റ് ലേക്കാണ് ചിൽക്ക. അതാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഈ റൂട്ടിൽ ഇനി ഏകദേശം ഒരു 130 കിലോമീറ്റർ ഓടണം കേട്ടോ ഭുവനേശ്വർ എത്താൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് 6 വരി ആയിട്ടുണ്ട് കേട്ടോ. മറ്റേ ആ 1 വേ കൂടെ മെർജ് ചെയ്ത് 6 വരി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് കാളയും പശു എല്ലാം റോഡിൽ കൂടി ഇങ്ങനെ നടക്കും കേട്ടോ. ഈ കാളയുടെ സൈസ് നോക്കി, എന്നാ വരുത്ത സാധനം നോക്കി. സൈസ് ഇപ്പൊ നമ്മൾ ഒഡീഷയുടെ ഒരു ഉൾഗ്രാമത്തിലോട്ട് കയറി കേട്ടോ. ഈ വഴി കണ്ടോ, ഗ്രാമത്തിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു വണ്ടി കഷ്ടി ഓടാനുള്ള വഴി കേട്ടോ ഇതിനകത്തോടെ ഉള്ളത്. എന്നാൽ നല്ല ക്രൗഡഡും ആണ്. ഇവരുടെ വീടുകളൊക്കെ നോക്കി, നമ്മൾ ആന്ധ്രയിലൊക്കെ കണ്ട വീടുകളുടെ അങ്ങോട്ട് നോക്കി ആൾക്കാരെയൊക്കെ കണ്ടോ. ഇവരുടെ ഡ്രസ്സിങ് വേറെ രീതിയിലാട്ടോ. സ്ത്രീകളെല്ലാം നമ്മൾ തലയെ തട്ട വിട്ടേക്കുന്ന പോലെ ഇങ്ങനെ സാരി കൊണ്ട് തല മറച്ചിട്ടാണ്. നമ്മൾ നല്ലോണം ഉള്ളിലോട്ട് കയറി വന്നു കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഹൈവേ കൂടെ വെച്ച് പിടിച്ചു പോകുമ്പോഴത്തേക്ക് ബ്ലൗസ് ഇടാതെയൊക്കെ കേട്ടോ. അമ്മമാര് ഈ പ്രായം ഒത്തിരി ആയിട്ടുള്ള അമ്മച്ചിമാരൊന്നും ബ്ലൗസ് ഒന്നും ഇടാറില്ല കേട്ടോ. ഇവിടെ നമ്മളങ്ങനെ കുറെ പേരെ കണ്ടു ഇങ്ങനെ. ഇവരെ കണ്ടോ, അവരൊന്നും ബ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉള്ളേരിയയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കും. അത് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് തോന്നലടാ. നോക്കി വഴി ഇങ്ങനെ ഇടുങ്ങി വരും കേട്ടോ. ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഓരോ ജംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ഇതിനിടയ്ക്ക് കാണാം. ജംഗ്ഷനിലെ മുക്ക് അവിടേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. ഇത്
അമ്പലം കേട്ടോ ഇവിടുത്തെ. ഓക്കെ, ഇതുണ്ടോ, ഇത് ഇവിടുത്തെ അമ്പലം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമ്മുടെ അവിടുത്തെ കണക്ക് ഓപ്പൺ അല്ല, ഒരു ബിൽഡിങ്ങിന്റെ നടുക്ക് അങ്ങനെ മറ്റേ അതിനെന്തായാലും പറയുന്നത് നടുക്കൊരു തെരുവ് വഞ്ചി വെള്ളം മുട്ട മറ്റേ ദൈവം നടുക്കിൽ മെയിനായിട്ടിരിക്കുന്ന സ്ഥലത്തിന് വരുന്നതായിരുന്നു. അത് ആ ദൈവം വിഗ്രഹമൊക്കെ നടുക്ക് നമ്മൾ വെക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതെല്ലാം ആ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെ കേട്ടോ. നമ്മുടെ വീടൊക്കെ പണിഞ്ഞിട്ട് അകത്ത് വരുന്ന പോലെ അതിനകത്താ. മേളിലും എല്ലാം റൂഫും കാര്യങ്ങളൊക്കെ. അത് മുമ്പോട്ട് നോക്കി നമ്മൾ ഏതോ കാട്ടിനകത്ത് വന്ന് കയറിയിട്ടുണ്ടേ. എന്തായാലും മുമ്പോട്ടൊന്ന് ഓടി നോക്കാം കുറച്ച്. ഇവിടുത്തെ ഏതോ പണക്കാരന്റെ വീടാന്ന് തോന്നുന്നു കേട്ടോ. അതോ ഇത് 2-3 വീടാണോടാ? അത് 2-3 വീട് ഒരുമിച്ചിരിക്കുന്ന കേട്ടോ ഗൈസ്. നമ്മളിത് പക്ക ഉൾനാട്ടിലോട്ട് കയറി കേട്ടോ. വഴി ഇതേ കഷ്ടി ഒരു വണ്ടിക്ക് കടന്നു പോകാനുള്ള വഴി ഇതിനകത്തുള്ളൂ. വരുന്ന വഴിക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് വീടുകൾ, പിന്നെ എല്ലാം ഇങ്ങനെ കാട് പിടിച്ച വഴികൾ തന്നെ കേട്ടോ. ഇവിടെ അടുത്തൊരു വീടല്ലേ ഇത് വേറൊരു വീടിന്റെ ഒക്കെ പണിയാണ്. ഇവിടുത്തെ വീടൊക്കെ വേറൊരു രീതിയിലാണ് കേട്ടോ കൺസ്ട്രക്ഷൻ ഒക്കെ. അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ഇവിടുത്തെ കൃഷി സ്ഥലത്തിന്റെ ഒക്കെ നടുക്കൂടാട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നെല്ലും കാര്യങ്ങളെല്ലാം നട്ടിട്ടുണ്ട്. അതുപോലെ ഇടത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ കുളം, അതിന്റെ കുളിക്കടവ് കാര്യങ്ങളൊക്കെ. നോക്കി ഫുള്ള് നെൽകൃഷി. ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്ക് കൃഷിയൊക്കെ നല്ലോണം കാണാം കേട്ടോ. ഇവിടെ ആൾക്കാരെല്ലാം കൂടുതലും കുളത്തിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ വന്ന് കുളിക്കുന്നതും എല്ലാം. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും വെളിയിലൊക്കെയാണ് കുളിയും കാര്യങ്ങളും എല്ലാം. കൃഷി ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക്. അതുപോലെ തന്നെ നല്ല പടർന്ന് പന്തലിച്ച് കാടായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഒരു കാളെ കണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കയറിയപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കാളയുടെ ആ മുകളിലത്തെ ആ ഹമ്പിന്റെ മേളിൽ കൂടെ ഒരു സാധനം ഇങ്ങനെ വളർന്ന് താപോട്ടിറങ്ങി കിടക്കുന്നുണ്ട്. അതെന്താ ആ ഹമ്പിന് ഇനി വളരാനുള്ള സ്ഥലമാണോ ആണോ ഗൈസ്? ഇതുണ്ടോ ഇതുപോലെ അപ്പുറത്തെ സൈഡിലോട്ട് അതിങ്ങനെ തൂങ്ങി കിടക്കോട്ടോ. കാളയുടെയൊക്കെ സൈസൊക്കെ പെരുത്ത കാളയൊക്കെ കേട്ടോ പോകുന്നത്. ഇതെല്ലാം റോഡിൽ കൂടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഇങ്ങനെ വിശാലമായ വയലും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഇതിപ്പോ നമ്മള് ഒറീസയ്ക്ക് അകത്തുള്ളൊരു എന്താ പറയുന്നത്, നമ്മുടെയൊക്കെ നാട്ടിലെ ജംഗ്ഷനിൽ നിന്നൊക്കെ പോകുന്ന വഴിയുണ്ടല്ലോ, മെയിൻ ഹൈവേയിലൊക്കെ കയറുന്നത് നമ്മുടെ ഗ്രാമങ്ങളിനകത്തൂടെ. പക്ക ഉള്ളേരിയ അല്ല, വെളിസ്ഥലമാണ്. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ കഴിഞ്ഞിട്ട് റൂട്ട്സ് വരുമല്ലോ, അതുപോലുള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ആ വഴി തന്നെ അത് ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടീഷനും അത്യാവശ്യം ബാഡാണ് റോഡിന്റെ ഒക്കെ. എന്നാലും നമുക്ക് കുറെ കാഴ്ചകൾ ഉള്ള ഏരിയയിലെ കാണാൻ പറ്റിയല്ലോ. ഗ്രാമങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ കാണാൻ പറ്റിയല്ലോ. കടകളൊക്കെ കണ്ടോ, ഇതേ നോക്കി കളർ വെള്ളം കലക്കി വെച്ചേക്ക് നോക്കി. അത് കുടിക്കാനുള്ള തോന്നില്ലടാ, വെളിച്ചെണ്ണയാണോ ഇത്? പെട്രോളും ഡീസൽ. അതുപോലെ പെട്രോളും ഡീസലൊക്കെ ഇവിടെ ലൂസായിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പിള്ളേരൊക്കെ നോക്കി, വൈകിട്ട് പിള്ളേരെല്ലാം കളിക്കാനോ കുളിക്കാനോ അങ്ങനെ എന്തിനൊക്കെ പോകാൻ റെഡി ആയിട്ടിരിക്കട്ടോ. എല്ലാം തോർത്തും കൊണ്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത് നോക്കി. കുഞ്ഞു കുഞ്ഞു കടകൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10-20 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന, 20 വർഷത്തിന് മേലെ ആയിരിക്കും മേ ബി, 90s തുടക്കം ആ ഒരു സമയത്തൊക്കെ കണ്ടിരുന്ന പോലത്തെ എന്താ പറയുന്ന കടകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ. ഇതുണ്ടോ ഇപ്പൊ കടന്നു പോയില്ലേ, അതൊരു വലിയ ഏജ് ഒന്നും അല്ല കേട്ടോ. ഒരു യുവതി, ഒരു 30s അകത്തുള്ളൊരു സ്ത്രീ കേട്ടോ. അവര് പോലും ചിലരപ്പോ അതുപോലെ മാറി മറിക്കുന്നില്ല. അപ്പം പ്രായമായിട്ടുള്ളവർ മാത്രമല്ല, യങ് ആയിട്ടുള്ള ലേഡീസും അങ്ങനെ സാരി മാത്രം എടുത്തു പോകുന്നുണ്ട്. അത് മേ ബി ഇവരുടെ എന്തെങ്കിലും ട്രഡീഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ, മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മളിതേ കുറച്ച് മുമ്പോട്ട് ഈ റോഡിൽ കൂടെ ഓടി വന്നിട്ട് ഈ സൈഡിലായിട്ട് കൊണ്ട് വണ്ടി നിർത്തി കേട്ടോ. നമ്മുടെ 2 വശത്തുമായിട്ട് കൃഷിത്തോട്ടമാണ്. ഞാൻ ഈ സൺസെറ്റ് കണ്ടുകൊണ്ട് നിർത്തി കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ്. ഇതൊക്കെ മറ്റേ ആമ്പല്, താമര, അങ്ങനത്തെ താമരയാന്ന് തോന്നുന്നു കേട്ടോ. അതിങ്ങനെ വളർന്ന് നിൽക്കുക. അങ്ങോട്ടങ്ങ് കൃഷി സ്ഥലമാണ് ബാക്കിൽ. ആ ഒരു സൺസെറ്റിന്റെ ഭംഗി നോക്കി, അത് കണ്ടുകൊണ്ട് നിർത്തി കേട്ടോ. എവിടേക്കോ ചെറുതായിട്ട് നമ്മുടെ കേരളമായിട്ട് നല്ല സാദൃശ്യം സാമ്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ റോഡൊക്കെ നമ്മുടെ ഉള്ളേരിയയിലൊക്കെ പോകുന്ന പോലെ ഒരു ഫീലുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു 1.6 കിലോമീറ്റേഴ്സ് കൂടെ ഹൈവേയിലോട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഹൈവേയിലോട്ട് യാത്രയാവാം. നമ്മൾ ഇടയ്ക്കൊരു ഡീവിയേഷൻ എടുത്തിട്ടൊന്ന് കറങ്ങി നോക്കിയതാണ് കേട്ടോ. നമ്മൾ ഹൈവേ കൂടെ മാത്രം പൊയ്ക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഗ്രാമങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഗ്രാമങ്ങളിലോട്ടൊക്കെ ഇറങ്ങിയാലല്ലേ ഉൾനാടൻ ജീവിതങ്ങൾ എങ്ങനെയാണെന്നും ജീവിതശൈലിയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടൊന്ന് കയറിയാണേ. അപ്പം അങ്ങനെ ഹൈവേയിലോട്ട് വന്ന് കയറാറായി കേട്ടോ. ഇതുപോലെ പശുവും കാളയെല്ലാം ഇങ്ങനെ വഴിമുടക്കിയ റോഡിലുണ്ട്. തട്ടാനോ മുട്ടാനോ ഒന്നും പറ്റത്തില്ല. തട്ടോ മുട്ടോ എന്തെങ്കിലും ചെയ്ത് ഉമ്മാരെല്ലാം കൂടെ എടുത്തിട്ട് ചിലപ്പോൾ നമ്മളെ തട്ടും കണ്ടോ. ഇങ്ങനെ നിൽക്കും. നമ്മൾ ബാക്കി വന്ന് 2 ഹോൺ ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ അവർ മാറത്തില്ല, ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. നമ്മളിതേ ഇവിടുന്ന് ഇനി പയ്യെ ഒരു കാളക്കുട്ടി അവിടെ മുമ്പിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ മാറണം. അങ്ങനെ നമ്മളിതേ ഇവിടുന്ന് ഹൈവേയിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ഓടാനുണ്ട് ഭുവനേശ്വർ എത്താൻ വേണ്ടിയിട്ട്.
പോയി കാണാൻ എന്തായാലും വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ ഹൈവേന്ന് ഉള്ളിലോട്ട് കയറി. ഇവിടുത്തെ ഒരു ചെറിയ ടൗൺഷിപ്പിലാട്ടോ ഇപ്പൊ ഉള്ളത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിലൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാലത്തിന് താഴെയായിട്ട് വീടുകളും കാര്യങ്ങളും എല്ലാം നല്ലോണം കാണാം. ഇത് ടൗൺഷിപ്പ് ആട്ടോ ഇവിടുത്തെ. ഇവിടുത്തെ റോഡിലേക്ക് തിരക്ക് നോക്കിയാൽ നമ്മൾ അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് തിരക്കിൻ്റെ കൂടെ ദൈവന്മാരാണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള വഴി മുടക്കിയാണ് ഇതുപോലെ നിൽക്കുന്ന കാളയുടെ സൈസ് നോക്കി. ഇത് നോക്കിയടാ, ഇതിന്റെ മുഖത്തിന്റെ ഒക്കെ സൈസ് നോക്കി. ഇതുപോലെ കാളകൾ, പെരുത്ത കാളയൊക്കെ കേട്ടോ റോഡിൽ ഫുള്ള്. ഇതാണ് കേട്ടോ ഒഡീഷയിലെ ഏതോ ഒരു ചെറിയ ടൗൺഷിപ്പ്. ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ബൽഗാവൻ എന്നാന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് ഇവിടുന്ന് ഈ റോഡ് ചെന്ന് നിൽക്കുന്ന ചിൽക്ക കേട്ടോ. ഇവിടുത്തെ 2 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു ചിൽക്കയ്ക്ക്. അപ്പൊ ഏതോ വീണ്ടും ഈ ബൽഗാവിന്റെ ആണെന്ന് തോന്നുന്നു. നമ്മൾ അതിന്റെ കവാടം കടന്ന് അകത്തേക്ക് കയറുന്നു. അതേതുണ്ടോ, വണ്ടിയിലൊന്നും ഹെൽമെറ്റ് ഒന്നും ഇല്ല. ട്രിബിൾസ് ഒക്കെ അടിച്ച ആൾക്കാർക്ക് പോലും പിള്ളേർ ആർക്കും ഹെൽമെറ്റ് ഇല്ല കേട്ടോ. കേരളം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഭാഗ്യത്തിന് ആരുടെയും തലയിൽ ഞാൻ ഹെൽമെറ്റ് കണ്ടിട്ടില്ല. ആ കാര്യത്തിലൊക്കെ അപ്പോൾ കേരളം തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇത് നോക്കി, തിരക്ക് കാരണം വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥ കേട്ടോ. അതിൻ്റെ കൂടെ ഇവിടെ ഫുള്ള് റോഡിൽ ട്രാക്ടർ കാര്യങ്ങള്. ഇവിടെയൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ നമ്മുടെ അവിടെ കണക്ക് പിക്കപ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാം ട്രാക്ടറുള്ള പരിപാടിയാണ്. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ കയറി കഴിഞ്ഞിട്ട് ഫുള്ള് കൂടുതൽ ആൾക്കാരും സൈക്കിളാട്ടോ ഉപയോഗിക്കുന്നത്. മെജോറിറ്റി ഓഫ് ആൾക്കാരും സൈക്കിളിലാട്ടോ യാത്രയെല്ലാം. അങ്ങനെ നമ്മളിത് ചിൽക്ക ലേക്കിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇതില് വണ്ടി ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെ ഒരു കാർ കിടപ്പുണ്ട്, നമുക്ക് അവിടെ കൊണ്ടിട്ട് നോക്കാം. ഇങ്ങോട്ടൊക്കെ നോക്കി, ഇവിടുത്തെ ബോട്ടുകളുണ്ടോ, മറ്റേ നമ്മൾ ടൂറിസ്റ്റുകൾ പോകുന്ന ബോട്ടുകൾ. നമ്മുടെ കാശ്മീരിലെ ശിക്കാരയൊക്കെ പോലെ അതിന്റെ വേറൊരു വേർഷൻ കേട്ടോ. ഈ ഇടതുവശത്തുള്ളത് കിടപ്പുണ്ട്. ഇവിടെ എല്ലാം നിരത്തി അതിങ്ങനെ ഇട്ടേക്കുവാണ്. നമ്മുടെ ലേക്കിനകത്തോട്ട് ഇങ്ങനെ ആ ബോട്ട് ഇടുന്ന ആ സംഭവത്തിന് അകത്തോട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിലെ 2nd ലാർജസ്റ്റ് ലേക്ക് ആയിട്ടുള്ള ചിൽക്ക ലേക്ക്. ഇവിടെ വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. വണ്ടി നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് കുറച്ച് നടക്കാം. നമ്മളിത് ഈ ചിൽക്ക ലേക്കിന്റെ അവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഐ ലവ് ചിൽക്ക ഈ ഒരു സംഭവം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വണ്ടിയുടെ 2 ഫോട്ടോ എടുക്കുമായിരുന്നു. എന്തായാലും വണ്ടി നമുക്ക് അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യാമേ. ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് അവൻ വണ്ടി അങ്ങോട്ട് ഒതുക്കിയിടാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ലേക്കിൻ്റെ അകത്തോട്ട് നടന്നു വന്നു കേട്ടോ. ഇതുപോലെ 1-2 വഴികളുണ്ട് കേട്ടോ ഈ ലേക്കിനകത്തോട്ട്. അവിടെ നോക്കി അങ്ങറ്റത്തും കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. ഇതുപോലെ കുറച്ച് വഴികളുണ്ടെങ്കിൽ ലേക്കിനകത്തോട്ട് കയറ്റി പണിഞ്ഞേക്കുന്നത്. അതിനങ്ങ് അപ്പുറത്തായിട്ട് കടലാണ് കേട്ടോ വരുന്നത്. പക്ഷെ കടലൊന്നും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനൊന്നും പറ്റില്ല. ഇതേ നോക്കിയാൽ തുരുത്തൊക്കെ നോക്കി. നമ്മൾ ഇത്തിരി കൂടി നേരത്തെ വന്നായിരുന്നെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാമായിരുന്നു ഇവിടെ നിന്നിട്ട്. അത് അടിപൊളിയായി. അങ്ങനെ ഇത് കണ്ടോ, ഈ ബോട്ടുകളിലാട്ടോ ആൾക്കാരെല്ലാം, ടൂറിസ്റ്റുകളെല്ലാം ബോട്ടിൽ കറങ്ങാൻ ഇറങ്ങണം. പക്ഷെ ആരും അങ്ങനെ കയറുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാം ഇങ്ങനെ നിരന്നിങ്ങനെ കിടപ്പുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടും ഉണ്ട് കേട്ടോ ഇതുപോലെ. ഈ നമ്മുടെ നാട്ടിലെ ബോട്ട് ചെട്ടി പോലെ ഈ ബോട്ടുകൾ കെട്ടിയിടുന്ന സ്ഥലം വൈബ് സ്ഥലമാട്ടോ. അങ്ങനെ ഇന്ത്യയിലെ 2nd ലാർജസ്റ്റ് ലേക്ക് കൂടെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ഇന്ന് നമ്മുടെ കേരളത്തിലെ വെമ്പനാണ്, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2nd ലാർജസ്റ്റ് അങ്ങനെ ഇതും കാണാൻ പറ്റി. ഇവിടെയൊക്കെ ഒരുപാട് ദേശാടന കിളികളും അങ്ങനെ ഇന്ത്യയിൽ തന്നെ എന്താ പറയുക ത്രെട്ടണിങ് ആയിട്ടുള്ള ഓരോ ബേർഡ് സ്പീഷീസിൻ്റെ ഒക്കെ താമസം അല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് റിതം നിന്ന് പോകുന്നത് ഈ ഒരു സ്ഥലം ഉള്ളതുകൊണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുറച്ച് ബ്രാക്കിഷ് ആയിട്ടുള്ള വാട്ടറാണ്, ലൈക്ക് ഉപ്പിൻ്റെ കണ്ടന്റ് ഉള്ള വെള്ളമാണ്. കുറച്ച് കടലുള്ള അകത്തോട്ട് കയറുന്നുണ്ട്. അതുകൊണ്ട് കടലിന് ആ ഒരു വെള്ളത്തിൻ്റെ ഉപ്പ് ഇതിനുണ്ട്. പക്ഷെ കടൽവെള്ളത്തിൻ്റെ അത്രത്തോളം ഉപ്പില്ല എന്നാണ് പറയുന്നത്. നീ ഇച്ചിരി കുടിച്ചു നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന്. ഞാൻ ഇച്ചിരി കുടിക്കാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടെ. ഞാൻ ഒരു ഗ്ലാസ് എടുത്തരാം, നീ ഒന്ന് കുടിച്ചിട്ട് പറയാമോ എങ്ങനെ കടലിൻ്റെ അത്രയും വരുമോ? ഞാൻ ഇത് കുടിക്കണം, ഞാൻ ഇത് കുടിച്ചാൽ നീ ഇത് കുടിക്കുമോ? ഞാൻ ഇത് കുടിച്ചാൽ നീ ഇത് കുടിക്കുമോ? ഉറപ്പാണോ? എന്നാ കോംപ്രമൈസ്, ആരും കുടിക്കണ്ട. ഓക്കെ, ഉപ്പുള്ളോ അതാണ് ഉണ്ടോ. dim dum da na da dim da na na dim dum da na da dim da na dim dum da na dim dum da na da dim da na o da ni da na dir da na na o da ni da na dir da na da di na ta dim dum da na da dim da na dim dum da na da dim da na dim dum da na tanadim dana tanadim tanana tanadim dana tanadim dana
ഇപ്പോൾ സമയം ഏകദേശം രാത്രി 3-3:30 കേട്ടോ. ഞങ്ങൾ ചീക്കാലേക്ക് ഇറങ്ങിയിട്ട് ഒഡീഷ കയറിയിട്ട് നമ്മുടെ LPG റീഫിൽ ചെയ്യാൻ വേണ്ടി പമ്പ് അന്വേഷിച്ചുള്ള അരച്ചില്ലായിരുന്നു. രാത്രി ഈ ഒരു സമയം വരെ ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയതുള്ളൂ ഞങ്ങൾ കൊണ്ട് ഒതുക്കിയിട്ട്. ഈ ഒരു സമയം വരെ കിട്ടിയിട്ടും LPG എങ്ങും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഭുവനേശ്വറിൽ നിന്ന് ഇറങ്ങി പുരി റൂട്ടിലോട്ട് കയറി കേട്ടോ. പുരി റൂട്ടിൽ ഇനി ഏകദേശം ഒരു 10-30 കിലോമീറ്ററോടെ ഉള്ളൂ പുരിക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പൊക്കെ രാത്രി ക്ലോസ് ആരുമില്ല, കയറ്റി ഒതുക്കിയത്. പക്ഷെ ഒരു തരത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ചൂട് കാരണം. ഒരു കാറ്റ് പോലും അടിക്കുന്നില്ല. പുഴുങ്ങി നാശമായിട്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ കിടക്കും കേട്ടോ, ഉറങ്ങാൻ പറ്റാതെ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇത്രയും ചൂടറിയുന്നുണ്ട്, എന്നാലും കാറ്റടിക്കുമ്പോഴത്തേക്ക് ഒരു സുഖം ഉണ്ടായിരുന്നു. കിടന്ന് പോരാനൊക്കെ ഇല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ. ബൈ.